AutoCAD ചാപ്റ്റർ 6Bയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6B ചാപ്റ്റർ ഡയമെൻഷനെ കുറിച്ചാണ്. 6A ചാപ്റ്റർ annotation ടെക്സ്റ്റ് ആയിരുന്നു. We have two types of dimension. One is normal dimension and another is annotation dimension. Here we cover all the dimension settings. So let's go to the chapter. ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എത്ര സ്റ്റൈൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ആവശ്യാനുസരണം ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് അപ്ലൈ ചെയ്തിട്ട് ആ ഡയമെൻഷൻ നമുക്ക് ഉപയോഗിക്കാം. ഡയമെൻഷൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി DST എന്ന് എൻ്റർ ചെയ്യുക. ശേഷം വരുന്ന പോപ്പപ്പ് മെസ്സേജിൽ ക്ലിക്ക് ന്യൂ ആൻഡ് എനി നെയിം സ്റ്റാർട്ട് വിത്ത് എനിത്തിങ് ആൻഡ് കണ്ടിന്യൂ. വരുന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഇവിടെയാണ് സെറ്റിംഗ്സ് മോഡിഫൈ ചെയ്യേണ്ടത്. മോഡിഫൈ ചെയ്യുന്നതിന് മുന്നേ ക്ലോസ് ചെയ്യാനുള്ള കാരണം കുറേ സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്തതിനു ശേഷം അറിയാതെ ക്ലോസ് ചെയ്താൽ ഒരു ഡയമെൻഷൻ സ്റ്റൈലും ക്രിയേറ്റ് ആവുകയില്ല. അതിനാൽ തന്നെ റിപ്പീറ്റ് വർക്ക് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി DST എന്ന് എൻ്റർ ചെയ്തതിനു ശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ സെലക്ട് ചെയ്യുക, മോഡിഫൈ. Here we have 7 tabs like lines, symbols and text. ഡയമെൻഷൻ കളർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഡയമെൻഷൻ ലൈൻ ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈൻ ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ഇവിടെ വന്നിട്ട് മാറ്റേണ്ടതുണ്ട്. ഈ രീതിയിലാണ് ഡയമെൻഷൻ്റെ കളർ സെറ്റ് ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്ത ടാബിലാണ്. അതുപോലെ തന്നെ എല്ലാ ഡയമെൻഷൻ്റെ സ്റ്റൈലും വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം ഓട്ടോഡെസ്കിനോട് തന്നെ ചോദിക്കണം. ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഡയമെൻഷൻ സ്റ്റൈൽ അതുകൊണ്ടാണ് എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. വീണ്ടും നമുക്ക് ലൈൻ ടാബിലേക്ക് വരാം. ശേഷം ഇവിടെയുള്ള ലൈൻ ടൈപ്പ്, അതുപോലെ ലൈൻ വെയ്റ്റ് മുതലായ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇതൊന്നും സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ കളറും നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാറില്ല. ബൈ ലെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലെയർ ഏത് ഡയമെൻഷൻ ഏത് കളറാണോ ഏത് പ്രോപ്പർട്ടീസാണോ ആ ലെയറിൽ തന്നെ നമുക്ക് ലൈൻ ടൈപ്പും ലൈൻ വെയ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ അവിടെ ഈസി ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. ഇവിടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇത് ഡയമെൻഷൻ സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ നമ്മൾ ലെയറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം ബൈ ലെയർ ആക്കി മാറ്റുന്നതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ വാല്യൂ സെറ്റ് ചെയ്യുമ്പോഴും വളരെ ഈസി ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ കൂടുകയേ ഉള്ളൂ. ഏത് ഒരു പേജിൽ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിലും A3 ആകട്ടെ A0 ആകട്ടെ റീഡബിൾ ടെക്സ്റ്റ് ഹൈറ്റ് 2 mm മുതൽ 3 mm ആണ്. അനോട്ടേഷൻ ടെക്സ്റ്റ് ആകട്ടെ ഡയമെൻഷൻ ആകട്ടെ ഈ 2 mm 3 mm നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്കെയിൽ എത്രയാണോ കൊടുക്കുന്നത് അത് നമുക്ക് പിന്നീട് ആവശ്യാനുസരണം മാറ്റാവുന്നതാണ്. ഇനി ഓരോ സെറ്റിങ്സിൻ്റെയും വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാകും. നെക്സ്റ്റ് ഓപ്ഷൻ എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ്. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം സെറ്റിങ്സും മറ്റേത് റെഫറൻസ് ഇമേജുമാണ്. റെഫറൻസ് ഇമേജിൽ A3 എന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ ശ്രദ്ധിക്കുക. ഡയമെൻഷനിൽ ഈ ഒരു ഭാഗമാണ് A3 എന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലുണ്ട്. അതാണ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ്. നമ്മൾ 2 mm ആണ് ഡയമെൻഷൻ നമ്മൾ റീഡബിൾ പറഞ്ഞത്. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് 2 എന്ന് വെച്ചിട്ട് നിങ്ങൾ അളന്ന് നോക്കുക. അത് ഏകദേശം നമുക്ക് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ 1 mm ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഹോൾ ഉണ്ടാകും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഏകദേശം ഒരു 0.7 ഒക്കെ മതി. 2 mm വാല്യൂ സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ആയതിനാൽ തന്നെ അതിൻ്റെ സൈസ് 1 mm താഴെ എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം. ഞാനിവിടെ 0.7 എന്ന് കൊടുക്കുന്നു. അടുത്തത് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡിം ലൈന്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് C3 ആണ്. C3 ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഡയമെൻഷനാണ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡിം ലൈന്. അതും ഏകദേശം 0.7 തന്നെ മതിയാകും. ഓരോ ഓപ്ഷൻ കഴിയുമ്പോഴും അതിന് താഴെയുള്ള ഓപ്ഷൻ പറയാതെ മറ്റൊരു സ്ഥലത്തുള്ള ഓപ്ഷൻ പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. കാരണം ഞാൻ പറഞ്ഞ് ഇതിൻ്റെ ഓരോ ഓപ്ഷനും ഓരോ സെറ്റിങ്സും ഓരോ രീതിയിലാണ് ഓട്ടോഡെസ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതും വേഗം മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഓപ്ഷനാണ് ഒരുമിച്ച് പറയുന്നത്. അടുത്തത് ബേസ് ലൈൻ സ്പേസിങ്. 2ലധികം ഡയമെൻഷൻ ഒരേ ബേസ് പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഡ്രോയിങ് വെച്ച് കാണിച്ചു തരാം. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം
ഈ ഒരു ഡിസ്റ്റൻസാണ് ബേസ് ലൈൻ ഡിസ്റ്റൻസ്. ഈ യൂണിറ്റാണ് നമ്മൾ ബിയിൽ സെറ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തതായിട്ടുള്ളത് സപ്രസ് ഓപ്ഷനാണ്. സപ്രസ് എന്ന് പറയുന്നത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ടിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഓപ്ഷൻസും ഹൈഡ് ആകുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈനും നമുക്ക് സപ്രസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ ലൈൻ പോലും ഹൈഡ് ചെയ്യുന്നതാണ്. ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ, ഇവിടെ ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ. അതായത് ഡയമെൻഷൻ പിക്ക് ചെയ്ത ഭാഗത്തിൽ നിന്നും ഒരു ചെറിയ ഡിസ്റ്റൻസ് ഗ്യാപ്പുണ്ട്. നമുക്കൊരു ഡ്രോയിങ്ങിൽ ചെക്ക് ചെയ്യാം. അത് ആ സമയത്ത് നിങ്ങൾ കൂടുതൽ മനസ്സിലാകും. ഇതേ സമയം നമ്മൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ നമുക്കൊരു നീറ്റായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അത് ആ ലൈൻ തന്നെ കണ്ടിന്യൂ ആകുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് വേണം. അതല്ല അത് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനും മറ്റുള്ള കാര്യങ്ങളും കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ഫീലിംഗ് നമുക്ക് ഡ്രോയിങ്ങിൽ കിട്ടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന് താഴെയുള്ള ഓപ്ഷനാണ് ഫിക്സ്ഡ് ലെങ്ത്. ഫിക്സ്ഡ് ലെങ്ത് നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഫിക്സ്ഡ് ലെങ്ത്. ഇത് നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം എത്രയാണ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഡി ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും നമുക്ക് കിട്ടുന്നു ഇതുപോലെ. അടുത്ത ടാബാണ് സിംബൽസ് ആൻഡ് ആരോ. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആരോ ഹെഡ്. ആരോ ഹെഡ് ഈ കാണുന്ന എ സിംബലാണ്. ഇത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏതാണോ വേണ്ടത് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് കാണിക്കുന്ന ആരോ സിംബൽസ് റൈറ്റ് ലെഫ്റ്റ് എന്നിവ ഉദ്ദേശിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷനാണ് ലീഡറും അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ആരോ സൈസും. ലീഡർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള സിംബൽസ് കാണിച്ചതിന് ശേഷം ടെക്സ്റ്റ് എഴുതുന്നതിന് വേണ്ടിയാണ്. അതിന് സ്യൂട്ടായിട്ടുള്ള ലീഡർ ഹെഡും അതുപോലെ തന്നെ അതിൻ്റെ സൈസും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ട് ടൈപ്സ് ലീഡറുണ്ട്. ഒന്ന് മൾട്ടി ലീഡർ അതുപോലെ തന്നെ നോർമൽ ലീഡറും. ലീഡറിനെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കാരണം ഇത് കുറച്ച് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. മൾട്ടി ലീഡറാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൾട്ടി ലീഡർ അനോട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പാർട്ടാണ് സെൻറ്റർ മാർക്സ്. ഇത് ഡയമെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഈ ഒരു ഭാഗം ചാപ്റ്റർ 4 or 5 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ഡയമെൻഷൻ ബ്രേക്ക്. അതിൻ്റെ സൈസ് എത്ര വേണ്ടത് അത് ഇവിടെ മെൻഷൻ ചെയ്യാം. 2 ഡയമെൻഷൻ വരുന്ന സമയത്ത് ഒരു ബ്രേക്കായി കാണുന്നതിന് വേണ്ടി, ഈ രീതിയിൽ കാണുന്നതിന് വേണ്ടി. അടുത്തത് ആർക്ക് ലെങ്ത് സിമ്പിൾ പ്ലേസ്മെൻ്റ് ആണ്. അത് എബോവ് വേണോ, അതായത് ടെക്സ്റ്റിന് എബോവ് മേലെ വേണോ അതോ പ്രൊസീഡിങ് അതിന് മുന്നേ വേണോ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടും നമുക്ക് മാറ്റി ടിക്ക് ചെയ്താൽ ആ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷനാണ് റേഡിയസ് ജോഗ് ഡയമെൻഷനും അതുപോലെ തന്നെ ലീനിയർ ജോഗ് ഡയമെൻഷനും. ഇത് കോമൺലി നമ്മൾ ഉപയോഗിക്കാത്തതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല.
അടുത്ത ടാബ് ടെക്സ്റ്റ് ടാബാണ്. അതിനുശേഷം ഫിറ്റ്, അതുപോലെ തന്നെ പ്രൈമറി യൂണിറ്റ് മുതലായ ടാബുകളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ചാപ്റ്റർ 6ൽ ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് 6A ചാപ്റ്ററിൽ കംപ്ലീറ്റ് ടെക്സ്റ്റിനെ കുറിച്ചും 6B ചാപ്റ്ററാണ് ഇത്. ഇതിൽ നമ്മൾ ഡയമെൻഷനെ കുറിച്ച് ഹാഫ് ഓഫ് പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ശേഷമുള്ള ചാപ്റ്റർ 6Cയിൽ നമുക്ക് ബാക്കിയുള്ള ഡയമെൻഷനെ കുറിച്ചുള്ള സെറ്റിങ്സ് കൂടെ പഠിക്കാം. യൂട്യൂബിലും അതുപോലെ ടെലഗ്രാമിലുമായി ഒരുപാട് പേർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ വീഡിയോ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഓരോ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ നിന്നായിരിക്കും ഫസ്റ്റ് റെഫർ ചെയ്യുക. ശേഷം ടെലഗ്രാം ചാനലിലുള്ള ക്വസ്റ്റ്യൻസിനും വീഡിയോ രൂപത്തിൽ ആൻസർ ചെയ്യുന്നതാണ്. ഈ ചാപ്റ്റർ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ കാണാം.